40 ലക്ഷം രൂപയാണ് ഫൈൻ അടച്ചിട്ടത്. എനിക്കല്ല, നമ്മുടെ ഒരു ചേട്ടനാണ് ഫൈൻ അടച്ചിട്ടത്. ശ്രദ്ധിച്ചു നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലപ്പുറം ഫൈൻ അടച്ചു കിട്ടും. ഇത് രാജേഷ് ചേട്ടൻ ആളൊരു ബിസിനസ്സുകാരനാണ്. കഥ ആള് തന്നെ പറയും. എന്റെ പേര് രാജേഷ് പിള്ളെ. ഞാൻ ഫീൽഫൽ ഇന്ത്യൻ GmbH എന്ന് പറഞ്ഞ ടൂർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മലയാളി അസോസിയേഷൻസ്, അതോടൊപ്പം ഇൻഡോ ജർമ്മൻ കൾച്ചറൽ അസോസിയേഷന്റെ ഒക്കെ പ്രസിഡന്റ് ആണ്. ഇപ്പൊ ആൻസർ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2016 ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ ഇവിടെയും അക്കൗണ്ടിൽ കാണിക്കണം. അപ്പൊ എന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്ന അതിന്റെ എല്ലാ കണക്കുകളും കഴിഞ്ഞ 10 വർഷത്തേക്കുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ആക്ച്വലി അത് എനിക്കിവിടെ കാണിക്കേണ്ടി വന്നു. അത് അവർ പേപ്പർ അയച്ചു. അതിൻ്റെ ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തേക്കുള്ളതിന് ഇൻട്രസ്റ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് പ്ലസ് അതിൻ്റെ ഫൈനെല്ലാം കൂടെ ചേർത്ത് 40 ലക്ഷം രൂപയോളം ഞാനിപ്പം അടച്ചു. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഞാൻ അടച്ചു. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്തെങ്കിലും ഏർണിങ്സ് NRI അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും കണക്ക് ഇവിടെ കാണിക്കുക. അത് എന്തായാലും ഒരു മസ്റ്റാണ്. അത് ഓർത്തിരിക്കുക. ആളൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഇതൊക്കെ അടച്ചു തീർക്കാൻ പറ്റി. പക്ഷെ നമ്മുടെ അവസ്ഥ, നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഇതേപോലെ ആയിരുന്നു വരില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ. നാട്ടിലും ഇവിടെയും അടക്കണ ആ ഡബിൾ ടാക്സ് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് ടാക്സ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി.